തീർച്ചയായിട്ടും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. 50-നോടടുക്കം ഏതായാലും ഒറ്റയ്ക്ക് തന്നെ BJPക്ക് 50-നോടടുത്ത് സീറ്റുകളിൽ വിജയിക്കാം. അതായത് അനായാസം 45 സീറ്റ് ഉള്ളപ്പോഴാണ് VK പ്രശാന്ത് തിരുവനന്തപുരം നഗരത്തിന്റെ മേയറായത്. അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായും ഇവിടെ BJPക്ക് 2 സ്വതന്ത്രന്മാർ കൂടി നിർണായകമാണ് ഇനിയുള്ള കണക്കുകളിൽ. ഏതായാലും BJP 50-നോട് അടുക്കുന്നു എന്ന് തന്നെ പറയാൻ. ഒരുപക്ഷെ 50-ന് മുകളിലേക്ക് അവർ പറഞ്ഞതുപോലെ 50-55 സീറ്റ് വരെ എത്താം എന്ന ഒരു തരത്തിലേക്കാണ് BJP നീങ്ങുന്നത്. ഈ CPM പ്രതീക്ഷ കൈവിട്ട മട്ടാണ്. CPM പ്രധാനപ്പെട്ട നേതാക്കളുമായി സംസാരിക്കുമ്പോഴൊക്കെ ഇനിയൊരു തിരിച്ചുവരവ് അസാധ്യം എന്നൊരു സൂചനയാണ് അവർ നൽകുന്നത്. അങ്ങനെയെങ്കിൽ സുരേഷ് ഗോപി പറഞ്ഞതുപോലെ നേരത്തെ തിരുവനന്തപുരം ആ തിലകം കുങ്കുമവർണ്ണത്തിലെ തിലകം തന്നെയാകും തിരുവനന്തപുരം അണിയാൻ പോകുന്നത്. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. BJPയുടെ മേയർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കും. 40 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി വന്ന് തിരുവനന്തപുരം നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്ന ഒരു വലിയ വാഗ്ദാനമാണ്, അവകാശവാദമാണ് BJP ഉന്നയിച്ചത്, മുന്നോട്ട് വച്ചത്. ഏതാണ്ട് അതിനടുത്തോട്ട് കാര്യങ്ങൾ എത്തുന്നു എന്ന് തന്നെ പറയണം. ഇനിയൊരു തിരിച്ചുവരവ് ഇവിടെ ഇടതുമുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് പറയാൻ വയ്യ. ആ രീതിയിലുള്ള ഒരു മുന്നേറ്റം NDA ഉണ്ടാക്കിക്കഴിഞ്ഞു. ഒരുപക്ഷെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായോ അത് മറികടന്നുകൊണ്ട് 51 എന്ന മാജിക്കൽ ഫിഗറിലേക്കോ BJP എത്തിയാൽ അത്ഭുതപ്പെടാനില്ല ഇപ്പോഴത്തെ കണക്കുകൾ വെച്ച്. തീർച്ചയായിട്ടും തൃശൂരിൽ ക്ഷീണിച്ചാലും പാലക്കാട് ക്ഷീണിച്ചാലും തലസ്ഥാനം BJPയുടെ തിലകമാക്കാൻ NDAക്ക് കഴിഞ്ഞാൽ അത് വലിയ വിഷയം തന്നെയായിരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുമ്പോൾ BJPയുടെ മേയർ, തലസ്ഥാനത്തെ മേയർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയിലേക്കാണ് പോകുന്നതെങ്കിൽ അത് അടുത്ത തിരഞ്ഞെടുപ്പിന് മുൻപ് BJPക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതായിരിക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പാലക്കാട് ക്ഷീണം അങ്ങനെ മറക്കാം. തൃശൂരിൽ നടത്തിയ വാദങ്ങളുടെ ക്ഷീണം ആ തരത്തിൽ മറക്കാം. 12 നഗരസഭ വിട്ടതും വിടാം. പക്ഷേ തലസ്ഥാന നഗരത്തിൽ തലസ്ഥാന നഗരി കൈപ്പിടിയിൽ ഒതുക്കാൻ BJPക്ക് കഴിയുമ്പോൾ ഏതാണ്ട് അഭിലാഷ് അരുൺ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇനി LDF UDF ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കുപോക്കൊന്നും ഇതിനകത്ത് ഇനി ചർച്ച ചെയ്യേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്ന് വേണമോ മനസ്സിലാക്കാൻ? CPM ആ പ്രതീക്ഷ കൈവിട്ടിരിക്കുന്നു എന്നുകൂടിയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ. ഇനി ഫലമറിയാൻ നിരവധി സീറ്റുകളുണ്ട്. 20-ലേറെ ഡിവിഷനുകളുടെ ഫലം ഇനിയും പുറത്തു വരാനുണ്ട് എന്നത് തന്നെയാണ് തലസ്ഥാന നഗരത്തെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്. 45-ലേക്ക് NDAയുടെ സീറ്റുകൾ ഉയർന്നിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് 6 സീറ്റുകളിൽ കൂടി NDA വിജയിക്കുകയാണ് എങ്കിൽ